മലപ്പുറം വളാഞ്ചേരിയിൽ ലഹരി സംഘത്തിലുള്ളവർക്ക് HIV സ്ഥിരീകരിച്ചു. ഒരു സംഘത്തിലെ 9 പേർക്കാണ് HIV സ്ഥിരീകരിച്ചത്. കേരള എയ്ഡ്സ് സൊസൈറ്റി നടത്തിയ സ്ക്രീനിംഗിലാണ് HIV കണ്ടെത്തിയത്. ഇതിൽ 3 പേർ ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. വാർത്ത മലപ്പുറം DMOയും സ്ഥിരീകരിച്ചു. ഒരേ സിറിഞ്ച് ഉപയോഗിച്ചുള്ള ലഹരി ഉപയോഗം രോഗബാധയ്ക്ക് കാരണമെന്നാണ് റിപ്പോർട്ട്. നമുക്കറിയാമല്ലോ, നമ്മുടെ സംസ്ഥാനത്ത് ലഹരിയുടെ ഉപയോഗം വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. അപ്പൊ ഈ ഒരു ഇത് നമ്മുടെ HIV ഭാഗം HIV സ്ക്രീനിങ്ങിന് വേണ്ടി കൺട്രോൾ സൊസൈറ്റിയുടെ ഭാഗമായിട്ട് ഹൈ റിസ്ക് ആയിട്ടുള്ള പോപ്പുലേഷൻ, പ്രത്യേകിച്ച് ഇതുപോലെ IV ഡ്രഗ് യൂസേഴ്സ്, അതുപോലെ സെക്സ് വർക്കേഴ്സ്, അങ്ങനെയുള്ള ആളുകളെ സ്ക്രീൻ ചെയ്യുന്നുണ്ട്. കാരണം HIV ഉണ്ടോ എന്നുള്ളതിന് ഇത് വേണ്ടിയിട്ട് നടത്തുന്നൊരു സർവേയാണ്. ഇവരെ അടുത്ത് നമുക്ക് ചെല്ലുക എന്നുള്ളതും ഈ HIV, അപ്പൊ അതിനായിട്ടുള്ള സ്റ്റാഫ് ഇവരെ സ്ക്രീൻ ചെയ്തു. ഈ ഹൈ റിസ്ക് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തുകയും അതിലൊരു വ്യക്തിയെ കണ്ട് അവരെ കൗൺസിൽ ചെയ്ത് ടെസ്റ്റിങ്ങിന് വിധേയമായപ്പോഴാണ് ഇങ്ങനെ അവർക്ക് HIV പോസിറ്റീവ് വന്നത് കാണുകയും പിന്നീട് അവരിൽ ഈ കഴിഞ്ഞ 2 മാസമായിട്ട് നമുക്ക് 10 പേരെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഇതിപ്പോ സംസ്ഥാനം നമ്മുടെ ജില്ലയിൽ തന്നെ മറ്റു സ്ഥലങ്ങളും ഉണ്ടാകാം. വളാഞ്ചേരിയിൽ ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളിൽ നമ്മൾ കണ്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ പോസിറ്റീവായിട്ടുള്ള HIV പേഷ്യന്റ് പോസിറ്റീവായിട്ടുള്ള ഒരാൾ ഉപയോഗിച്ച നീഡിൽ മറ്റുള്ളവരും ഉപയോഗിക്കുന്നുള്ളതാണ് നമുക്കിതിൽ ഏറ്റവും പേടിക്കേണ്ട ഒരു കാര്യം. പ്രത്യേകിച്ച് ഡ്രഗ് അബ്യൂസേഴ്സ് എന്തെങ്കിലും അവരത് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ പറ്റി അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിൻ്റെ ഒപ്പം തന്നെ HIV പോസിറ്റീവായിട്ടുള്ള ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് HIV ആക്ട് വളരെ ശക്തമായിട്ടൊരു ആക്ട് ഉണ്ട്. നമുക്ക് അപ്പോൾ ഇവരെ നമ്മൾ സ്ക്രീൻ ചെയ്ത് കൗൺസിലിംഗ് നടത്തി അവരെ ചികിത്സയിലേക്ക് കൊണ്ടുവരണം. മറ്റുള്ളവരെ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ പോലും നമ്മൾ ഇവർക്ക് കൃത്യമായ കൗൺസിലിങ്ങും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടേ നമുക്ക് അവരെ ടെസ്റ്റിങ്ങിന് പോലും കൊണ്ടുവരാനായിട്ട് കഴിയുള്ളൂ.